ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. നേരം വെളുത്തു വരുന്ന സമയത്ത് ഇങ്ങനെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ കാണാൻ നല്ല രസമാണ്. വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഈ റോഡിനിപ്പുറത്തുള്ള ആ ഒരു സ്ഥലത്ത് നിറയെ പുല്ലൊക്കെ മുളച്ചിരിക്കുകയാണ്. പിന്നെ ആ ചുവന്ന ലൈറ്റ് കാണുന്നത് പതിയാരി ക്ഷേത്രത്തിൽ നിന്നുള്ള ലൈറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് ഇനി നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മൗഗ്ലിക്കുട്ടനും മിക്കിക്കും ചോറും അതുപോലെ തന്നെ കാറ്റ് ഫുഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. രണ്ടുപേരും ഫേസ് ടു ഫേസ് ആയിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ കൂടുതൽ കഴിച്ചുവെന്നോ കുറവ് കഴിച്ചുവെന്നോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കാനും സുഖമാണല്ലോ. അല്ലെങ്കിൽ വല്ലാത്ത പാടാണ് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് വന്നൊക്കെ നോക്കുന്നത് കാണാം കേട്ടോ. പിന്നെ ഇന്നാൾ മഴ കിട്ടിയപ്പോൾ നമ്മുടെ ചീരച്ചേമ്പ് ഉഷാറായിട്ട് ഇലകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചേനയാണെങ്കിൽ നല്ല രീതിക്ക് മുളച്ച് പൊന്തിയിട്ടുണ്ട് കേട്ടോ. ബാക്കി 3 ഇതുവരെ മുളച്ച് പൊന്തിയിട്ടില്ല. അതൊക്കെ എവിടെ പോയി എന്ന് ആർക്കറിയാം, എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയായിട്ടാണ് ബാക്കി 3 കൂടി കുഴിച്ചിട്ടിരുന്നത് കേട്ടോ. ഇനിയുണ്ടല്ലോ നമ്മുടെ നിക്കുമോനെ നമുക്ക് അങ്ങോട്ട് തുറന്നു വിടാം കേട്ടോ. അപ്പോൾ അവനിങ്ങനെ കാത്തു നിൽക്കുക കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അല്ലിയാണ് ഈ അറ്റത്ത്, അതുകൊണ്ട് തന്നെ നിക്കുമോനെ പതുക്കെ ഒന്ന് നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് നീക്കിയും കഴിഞ്ഞിട്ട് നിർത്താം കേട്ടോ. പിന്നെ അവനങ്ങോട്ട് ചാടി മറിഞ്ഞങ്ങോട്ട് ഇറങ്ങിക്കോളും. അപ്പോൾ അവന് കുറച്ച് അരി ഇട്ട് കൊടുക്കും, ബാക്കിയുള്ളവർക്കും അരിയൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ചക്ക കുറേ വിറ്റ് പോയെങ്കിലും നമുക്ക് കയ്യെത്തുന്ന ദൂരത്തൊക്കെ ഇഷ്ടം പോലെ ചക്കകൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ തന്നെ എന്താ പറയുക, ഒരു കണി പോലെയാണ്. രാവിലെ വന്നു കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ ഈ ചക്ക നിറഞ്ഞിങ്ങനെ നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഐശ്വര്യവും അതുപോലെ തന്നെ സന്തോഷവും തന്നെയാണ് കേട്ടോ. ചക്കകളൊന്നും ഇല്ലാത്ത പ്ലാവൊക്കെ കാണാനായിട്ട് എന്ത് ഭംഗിയാണ് ഉള്ളത് അല്ലേ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ റൈസ് കുക്കറിൽ വെള്ളം എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ സ്റ്റൗവൊക്കെ വൃത്തിയായിട്ട് തുടച്ചൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ നമുക്ക് രാവിലെ വരുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ എന്തൊക്കെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ തലേ ദിവസം തന്നെ സ്റ്റൗവൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഉറങ്ങാനായിട്ട് പോകാനായിട്ട് പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോതമ്പിൻ്റെ അടയാണ് കേട്ടോ. അപ്പോൾ രമേശന് വേണ്ടിയിട്ടാണ് ഇന്ന് ഗോതമ്പടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരെണ്ണമാണ് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് കഴിക്കാനായിട്ട് ബണ്ണിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് രാവിലെ അത് കഴിക്കാനാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരടയാണ് നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ബണ്ണും കൂട്ടിയിട്ട് കഴിക്കാമെന്നൊക്കെ അങ്ങോട്ട് തീരുമാനിച്ചു. പിന്നെ ബിസ്ക്കറ്റൊക്കെ ഉണ്ട്. ഇന്നലെ രാമകൃഷ്ണൻ ചേട്ടൻ്റെ കടയിൽ പോയി വന്നപ്പോൾ എനിക്കിഷ്ടമുള്ള ആരോ റൂട്ട് ബിസ്ക്കറ്റും അതുപോലെ തന്നെ ബണ്ണും ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് കഴിക്കാനാണ് തോന്നുന്നത്. പിന്നെ ഈ അടയാണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുമല്ലോ. ഇതിൽ ഇഞ്ചി, പച്ചമുളക്, പിന്നെ മല്ലിയില ഇതൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നല്ലൊരു സ്മെല്ലൊക്കെ ആയിരിക്കും. പിന്നെ നമ്മുടെ വണ്ടിയുടെ മുകളിലായിട്ട് വിക്കിക്കൂട്ടൻ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേ ഇങ്ങനെ പോകുന്നത് വേപ്പില പറിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ മഴയൊക്കെ ഒന്ന് കിട്ടിയത് കൊണ്ട് കുറച്ച് ദിവസം മുൻപാണ് കേട്ടോ മഴ പെയ്തത്. എന്നാലും ഇവിടെയൊക്കെ നല്ല തണുപ്പായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേപ്പിലൊക്കെ ആണെങ്കിൽ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഇതൊന്നും ഞാൻ കുഴിച്ചിട്ടതല്ല കേട്ടോ, സ്വയം വന്നതാണ് കേട്ടോ. പിന്നെ ഈ പൂക്കൾ കാണാൻ എന്ത് ഭംഗിയാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി നിന്നപ്പോൾ ഒരു പൂവിനൊരു വ്യത്യാസം നോക്കി പുഴു കടിച്ചിട്ട് നല്ല ഡിസൈനായിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. ബാക്കി ഒറ്റ പൂക്കളും അങ്ങനെ ഇല്ല കേട്ടോ. അപ്പോൾ ഈ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണെങ്കിലും ഉച്ചയാകുമ്പോഴേക്കും എല്ലാം ഓഫാകും കേട്ടോ. പിന്നെ ഞങ്ങളുണ്ടല്ലോ ഇന്ന് അഷ്ടമിച്ചിറയിൽ ഒരു വെജിറ്റബിൾ കടയിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ ഈ വെജിറ്റബിൾസൊക്കെ അടക്കി വെച്ചിരിക്കുന്നതൊക്കെ കാണാനായിട്ട് കേട്ടോ. എനിക്ക് അങ്ങനെയൊക്കെ കാണുമ്പോൾ നല്ല ഇഷ്ടമാണ്. ഒരാവശ്യമില്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കയറി വാങ്ങാനായിട്ട് തോന്നും. ചില കടകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചന്നം പിന്നൊക്കെ അങ്ങനെ വലിച്ചു വാരിയിട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കയറാനേ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ രമേശന് പരിചയമുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് സാമ്പാർ കഷ്ണങ്ങളും വാങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മത്തങ്ങയുടെയൊക്കെ അങ്ങനെ ഒരു പീസാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സാധാരണ സാമ്പാർ കിറ്റൊക്കെ അവിടെ വെക്കുമല്ലോ. അപ്പോൾ ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം തന്നെ ഫ്രഷായിട്ട് നമുക്ക് മുറിച്ച് തരാണ്. പിന്നെ ഈ പച്ചപ്പയറിൻ്റെ കെട്ട് കണ്ടിട്ടുണ്ടല്ലോ, അതൊക്കെ ഇവിടുത്തെ കൃഷിക്കാരുടെയാണ് കേട്ടോ. അവരൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ മണിപ്പയർ എന്തായാലും വാങ്ങണമെന്ന് വിചാരിച്ച് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്യാരറ്റും മത്തങ്ങയും അതുപോലെ തന്നെ കുമ്പളങ്ങയുടെ കഷ്ണമൊക്കെ ആയിട്ട് നമുക്ക് നല്ല രീതിക്കുള്ളൊരു സാമ്പാർ കിറ്റൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. മാങ്ങകളൊക്കെ പലതരത്തിലുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ ആകർഷിക്കുക ഇങ്ങനെ പയറൊക്കെ കെട്ടി വെച്ചിരിക്കുന്നത് കാണാനാണ് കേട്ടോ. പിന്നെ പഴമൊക്കെ ഉണ്ട്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഫ്രൂട്ട്സൊക്കെ വെച്ചിരിക്കുന്നത് കാണാനായിട്ട് നല്ലൊരു ഭംഗിയായിരിക്കും അല്ലേ.
അങ്ങനെ വീട്ടിലെത്തിയതും ഞാൻ വേഗം ആ പയറിരുന്നും കഴിഞ്ഞ് അങ്ങോട്ട് നന്നാക്കാനായിട്ട് തുടങ്ങിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മണിപ്പയർ. അങ്ങനെ മണിപ്പയർ നമ്മൾ കുക്കറിലിട്ടും കഴിഞ്ഞിട്ട് ഇതാ ഒറ്റ വിസിലടിച്ചപ്പോഴേക്കും നല്ലപോലെ വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉള്ളി മുളകൊക്കെ കാച്ചണം, കുത്തി കാച്ചി എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ തോട്ടത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മുളകുണ്ട്, അത് പഴുത്തതാണ് കേട്ടോ, എന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചും കഴിഞ്ഞിട്ട് നമ്മൾ അതൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് കുത്തിച്ചതച്ച് പിന്നെ നേരത്തെ പൊട്ടിച്ച് വെച്ചിരുന്ന വേപ്പിലേക്ക് ഇട്ടും കഴിഞ്ഞിട്ട് അസലായിട്ട് അങ്ങോട്ട് കാച്ചി എടുക്കുകയാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഞ്ഞിക്കായിരിക്കും കൂടുതൽ രസം, എന്നാലും ഞാൻ പിന്നെ ഇത് ചോറിനൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഇന്നലെ രാമകൃഷ്ണൻ ചേട്ടൻ്റെ കടയിൽ നിന്ന് നമ്മൾ രസം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പാക്കറ്റ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് നമുക്ക് പൊട്ടിച്ചെടുത്തും കഴിഞ്ഞിട്ടൊന്ന് രസം തിളപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് തക്കാളിയൊന്നും അതിൽ ചേർക്കണ്ട, അങ്ങനെ ഭയങ്കര കുറുകിയ രസം വേണ്ട, ഇത്ര സാധനങ്ങൾ മാത്രം വെച്ചിട്ട് രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് പൊട്ടിച്ചും കഴിഞ്ഞിട്ട് ആദ്യം തന്നെ പുളി വെള്ളത്തിലൊക്കെ ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ചീനച്ചട്ടി വെച്ചും കഴിഞ്ഞിട്ട് കടുകൊക്കെ പൊട്ടിച്ചും കഴിഞ്ഞിട്ട് ഈ രസം ഇങ്ങോട്ട് തിളപ്പിക്കുക. അപ്പോൾ ഏതൊരു കൊച്ചു കുട്ടിക്കും ഈ രസം പാക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് തിളപ്പിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റി ഒക്കെ നമ്മൾ വീണ്ടും ചേർക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ ഇതിൽ തന്നെ ഉണ്ടല്ലോ. പിന്നെ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി വിതറിയിട്ടുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. അങ്ങനെ ഈ വഴറ്റാനുള്ളത് അതിലിട്ടിട്ടുണ്ട്, നല്ലപോലെ വഴന്നതാണ്, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ. അതിന് ശേഷം നമുക്ക് പുളിവെള്ളം അങ്ങോട്ട് ഒഴിക്കുക. പിന്നെ ഞാൻ കളറിന് വേണ്ടിയിട്ട് ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇടും കേട്ടോ. അതുപോലെ തന്നെ ലാസ്റ്റ് ലേശം ശർക്കരയും ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ. ഇത് രണ്ടും എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആവശ്യം പോലെ നമുക്ക് വെള്ളമൊക്കെ ചേർത്ത് എടുക്കാം കേട്ടോ. ഞാൻ ഇത്രയാണ് ആക്കിയിട്ടുള്ളൂ. ഇതിൽ വേപ്പിലയാണ് എന്ന് ഇട്ടിരിക്കുന്ന, മല്ലിയില ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്തിരി വെള്ളം പോലെയാണ് ഇരിക്കുന്നത്, കാരണം തക്കാളി നമ്മൾ ഇതിൽ ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഉച്ചതിരിഞ്ഞത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് കേട്ടോ. ആരോ റൂട്ട് ബിസ്ക്കറ്റാണ്, വല്ല കാലത്തൊക്കെ ഇത് വാങ്ങും കേട്ടോ ഞാൻ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പാക്കറ്റ് ഫുള്ളും തീർന്നൊക്കെ വരുമ്പോഴേക്കും എനിക്ക് മട്ടി പോകും കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കുറേ നാളത്തേക്ക് പിന്നെ വാങ്ങില്ല കേട്ടോ, അങ്ങനെയുണ്ട്. പക്ഷേ ക്രാക്ക് ജാക്ക് 50-50 ഒക്കെ എനിക്കിതിലും കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ ഞാൻ അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ കഴിച്ചാൽ എനിക്ക് അങ്ങനെ മട്ടാറില്ല കേട്ടോ. പക്ഷേ ആരോ റൂട്ട് അങ്ങനെ ഒരുപാടൊന്നും കഴിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ 2 എണ്ണമൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് കഴിക്കുക. അങ്ങനെ കുറേ ദിവസം കൊണ്ടാണ് അത് അവസാനിപ്പിക്കുക കേട്ടോ. പിന്നെ ഇന്ന് എന്താണെന്ന് അറിയില്ല, അധികം ഇലകളൊന്നും വീണിട്ടില്ല കേട്ടോ മുറ്റത്ത്. അത് കാരണം സുഖമായിട്ട് വെറുതെ ഇങ്ങനെ അടിക്കുകയാണ്. അപ്പോൾ പിന്നെ അധികം ഇലയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ നമ്മുടെ ഈ ചെടി അങ്ങോട്ട് പൊന്തിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിഭാഗം അങ്ങോട്ട് അടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഇലകൾ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്കതിങ്ങനെ കണ്ട് അടിച്ചടിച്ച് ശീലമായിപ്പോയി, എന്താ ചെയ്യുക, ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് അടിക്കാനായിട്ട് അങ്ങനെ തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇലകളൊക്കെ നമ്മൾ അടിച്ച് വാരി കഴിഞ്ഞിട്ട് കളയാം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. നമ്മുടെ കൂട്ടുകാരിങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. മഴ പെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായതുകൊണ്ട് തന്നെ ഇപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് രാത്രിയാണെങ്കിലും അങ്ങനെ ഒരു തണുപ്പൊന്നും വരുന്നില്ല. വെളുപ്പിനാകുന്ന ആ ഒരു സമയത്ത് മാത്രമാണ് ഒരു തണുപ്പൊക്കെ നമുക്ക് വരുന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കര ചൂട് തന്നെയാണ്. അപ്പോൾ നമുക്കിങ്ങനെ മഴ കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്നുണ്ട് കേട്ടോ. കാരണം മഴക്കാരൊക്കെ ഉണ്ട്, പക്ഷെ പെയ്യാഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഇടുക്കിയിലൊക്കെ എന്നും മഴയാണെന്നൊക്കെ നമുക്ക് ഒരാൾ കമൻറ്റൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ നമുക്കിവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം കണ്ടാണ് നമുക്കിങ്ങനെ മഴ പെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രസമായിട്ട് തോന്നുന്നു. പിന്നെ മഴയുടെ ഒപ്പം ഇടിമിന്നലും അതുപോലെ ഇടിവെട്ടും ഒക്കെ വരുന്നുണ്ട്. കാറ്റുവാണെങ്കിൽ ഭയങ്കര കാറ്റാണ് ഇപ്രാവശ്യം മഴ പെയ്യുമ്പോഴൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വലിയ കാറ്റും വലിയ ഇടിവെട്ടൊന്നും ഇല്ലാതെ ശാന്തമായിട്ട് മഴ പെയ്യുന്നത് കാണാനാണ് കേട്ടോ എനിക്കിഷ്ടം. പിന്നെ നമ്മുടെ വെള്ളരിക്കാക്കുട്ടൻ എന്തോരം വലിപ്പം വെച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും അത് താഴ്ന്ന് വരികയാണ്, കാരണം ഭാരം കൂടുന്തോറും താഴ്ന്ന് വരുമല്ലോ. പക്ഷെ ചെറുതാണ് കേട്ടോ, ചെറിയൊരു ബോളിൻ്റെ അത്രയേ ഉള്ളൂ. എന്തായാലും 2 ദിവസം കൂടി കഴിയുമ്പോഴേക്കും നമുക്ക് അവനെ വിളവെടുക്കണം കേട്ടോ. എന്നിട്ട് സലാഡോ അല്ലെങ്കിൽ പരിപ്പിലിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി കഴിഞ്ഞിട്ട് വെക്കണം. പിന്നെ നമ്മുടെ ചെടികൾക്കൊക്കെ ആദ്യം വളമിട്ട് കൊടുക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി വീണ്ടും വളം ഇടാതെ എന്തോ ഒരു വിളർച്ച ബാധിച്ച പോലെയാണ് ചെടികളൊക്കെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ പച്ചക്കറി തൈകളായാലും അങ്ങനെ തന്നെയാണ്. വിക്കിമോൻ നോക്കി നമ്മുടെ കിണറിൻ്റെ ആ ഭാഗത്ത് വന്നു കഴിഞ്ഞിട്ട് കിടക്കാണ്.
അവന് മാന്തലും ചൊറിച്ചിലും അങ്ങോട്ട് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി ഒന്ന് പോയി നോക്കണം മൃഗ ഡോക്ടറെ അടുത്ത്. ഇത് കേശകാന്തി എന്ന് പറയുന്ന ചെടിയാണ് കേട്ടോ. അപ്പോൾ മുടി വളർച്ചയ്ക്കൊക്കെ ഇത് എണ്ണ തേച്ച് നമ്മൾ തലയിൽ തേക്കുന്നതോ അല്ലെങ്കിൽ താളിയാക്കി തേക്കുന്നതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ സമയമൊക്കെ കിട്ടുമ്പോഴൊക്കെ അത് നമ്മൾ തലയിലൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ നാളായിട്ടോ, കാരണം അത് പോയി എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അത് മഴ പെയ്യുമ്പോൾ വീണ്ടും അത് പൊടിച്ചും കഴിഞ്ഞിട്ട് വരാം കേട്ടോ. അപ്പോൾ ഒരു ചെറിയ കഷ്ണം കൊണ്ടുവന്ന് വെച്ചാൽ മതി, അപ്പോൾ തന്നെ നമ്മുടെ പറമ്പ് നിറയും, അതുപോലെ അത് ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മുടെ പാവയ്ക്കാനെ എങ്ങനെ നോക്കിയാലും കിണറിൻ്റെ ഭാഗത്തേക്ക് വളച്ച് വെക്കാൻ നോക്കിയാലും ഒരു കാറ്റടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ഇതാ ഇങ്ങോട്ട് അന്വേഷിച്ച് വരും, അതുപോലെ കിടക്കുള്ളൂ കേട്ടോ. അപ്പോൾ ചെടികളൊക്കെ ഇങ്ങനെ നോക്കി നടക്കുമ്പോൾ നാളെ തന്നെ എന്തെങ്കിലും വളമൊക്കെ ഇട്ട് കൊടുക്കണം എന്നാണ് തോന്നുന്നത് കേട്ടോ. കാരണം വല്ലാതെ ഇങ്ങോട്ട് നീണ്ട് വളർന്നൊക്കെ കിടക്കാണ് കേട്ടോ. പിന്നെ നമ്മുടെ കോഴിമക്കളാണെങ്കിൽ ഇവിടെ ഭയങ്കര അഭ്യാസത്തിലാണ് കേട്ടോ. അവർക്ക് ഈ ചീരച്ചേമ്പ് മതി കഴിക്കാനായിട്ട്. ചീരച്ചേമ്പാണെങ്കിൽ ആകെ പോയ പോലെ ഉണങ്ങി നിൽക്കുന്ന സമയത്താണ് മഴ കിട്ടിയത്. മഴ കിട്ടിയിട്ട് മഴവെള്ളമൊക്കെ കുടിച്ച് വളരെ സന്തോഷത്തിൽ വളർന്നു വന്നതാണ് 3-4 ഇലയായിട്ട് കേട്ടോ. ഇത് ഇവർക്ക് എത്തിയാലും എത്തിയില്ലെങ്കിൽ ഇവർ ചാടി കൊത്തിയെടുക്കുകയാണ് കേട്ടോ. മതിലിൻ്റെ മുകളിൽ നിന്നിട്ട് കൊത്തി തിന്നും, താഴത്തുനിന്ന് ചാടിയിട്ട് കൊത്തി തിന്നും, അങ്ങനെയൊക്കെയുള്ള ഇവരുടെ അഭ്യാസങ്ങളാണ്. അങ്ങനെ താഴത്തെ ഇലകളൊക്കെ ഇവർ മുഴുവനായിട്ട് ഭക്ഷിച്ചു കേട്ടോ. അപ്പോൾ ചീരച്ചേമ്പിൽ ഒരുപാട് പോഷകാംശങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഞാനിരുന്ന് ഇങ്ങനെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇനി നമ്മുടെ ചക്കയിൽ നിന്ന് ഒരെണ്ണമൊക്കെ ഇട്ട് വെക്കണം, നാളെ ആവട്ടെ എന്ന് വിചാരിക്കുന്നത് കേട്ടോ. എന്ത് പാകണമെന്നൊന്നും അറിയണമല്ലോ, അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. കണ്ടില്ലേ അല്ലീരൊക്കെ ഒരു കൊത്തലൊന്നും നോക്കിയേ. നമ്മുടെ കോഴിമക്കൾ കൂട്ടിൽ കയറാനായിട്ടുള്ള സമയമായിട്ടാണ്. ഇന്ന് ആരോടും ഒന്നും പറയാതെ തന്നെ എല്ലാവരും ചാടി കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കോഴിക്കൂട് അടച്ചാൽ മതി. അപ്പോൾ എല്ലാവരും കയറിയോന്ന് അറിയാൻ വേണ്ടിയിട്ട് മൗഗ്ലിക്കുട്ടൻ ജനലിലൂടെ നോക്കുന്നതാണ് ആ കാണുന്നത് കേട്ടോ. വിക്കാണെങ്കിൽ മരച്ചുവട്ടിലൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് കളിക്കുന്നുണ്ട്. നമ്മൾ രാത്രി ഫുഡ് കഴിച്ചതിന് ശേഷം സ്റ്റവൊക്കെ തുടച്ച് നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജനലുകളൊക്കെ അടച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സിങ്കും നല്ല വൃത്തിക്ക് തുടച്ച് വെള്ളമൊക്കെ തുടച്ചും കഴിഞ്ഞിട്ട് വൃത്തിയാക്കി തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നാളെ രാവിലെ നമുക്ക് ദോശയോ ഇഡ്ഡലിയോ ഉണ്ടാക്കണം. അപ്പോൾ ചട്നിക്ക് അരയ്ക്കാനുള്ള തേങ്ങയൊക്കെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് കറിയും നാളെ വെക്കാനാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരുക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ വെച്ച പൂക്കളൊന്നും ദൈവങ്ങളുടെ അടുത്ത് ഇപ്പോഴും അങ്ങനെ പൂർണ്ണമായിട്ടും വാടിയിട്ടില്ല കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞാൻ ഷിർദിസായുടെ ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.